തിരുവിതാംകൂർ അരപ്പള്ളിക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവിതാംകൂർ അരപ്പള്ളി AD 63 തോമസ് ലീഗായാൽ കെട്ടപ്പെട്ടതാണ്. തോമസ് ലീഗ കേരളത്തിൽ AD 52 വന്ന് അവിടെ 7 പള്ളി വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ 64 ഫാമിലിയും കൺവെർട്ട് ചെയ്ത് അവരെയും കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ ചേര രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നു. രാജാവിൻ്റെ അടുത്ത് പള്ളി വയ്ക്കാനും താമസിക്കാൻ സ്ഥലം ചോദിച്ച് രാജാവ് 300 ഏക്കർ സ്ഥലം കൊടുത്ത് അതിൽ രാജാവിൻ്റെ പെർമിഷനോടെ വെച്ച പള്ളി. ഈ പള്ളിക്ക് അരജൻ പള്ളി എന്നാണ് പേര്. അത് മാറിയാണ് അരപ്പള്ളി ആയത്. ഇത് ചിലവർ വിചാരിക്കും അരപ്പള്ളി എന്ന് വെച്ചാൽ പകുതി കെട്ടി പോയി. അങ്ങനെയല്ല, അരജൻ പള്ളി അത് മാറിയാണ് അരപ്പള്ളി ആയത്. ഇംഗ്ലീഷിൽ പറഞ്ഞ റോയൽ ചർച്ച് എന്ന് പറയും. ഇത് യെരുശലേം ദേവാലയത്തിൻ്റെ മാഡലിലാണ് കെട്ടപ്പെട്ടുള്ളത്. പ്രകാരം വിശുദ്ധ സ്ഥലം, മഹാവിശുദ്ധ സ്ഥലം, അങ്ങനെയായിട്ട് 3 തരം. തോമസ് ലീഗ വെച്ച എല്ലാ പള്ളികളും മേരി മാതാവിൻ്റെ നാമത്തിലാണ് വയ്ക്കപ്പെട്ടുള്ളത്. കേരളത്തിലുള്ള എല്ലാ പള്ളികളും 2-3 പ്രാവശ്യമായിട്ട് ഇടിച്ച് വലുതാക്കി കെട്ടപ്പെട്ടുള്ളത്. ഈ ഒരു പള്ളിയും അതേ സ്ട്രക്ചറിൽ തന്നെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴമയായ പള്ളിയാണ് ഈ തിരുവിതാംകൂർ അരപ്പള്ളി. തോമസ് ലീഗ കെട്ടിയപ്പോൾ ഇത്ര ഹൈറ്റേ ഉള്ളായിരുന്നു. ഇതിൻ്റെ മുകളിൽ കല്ല് കൊണ്ടാണ് പണിഞ്ഞത്. കല്ല് അപകട സ്റ്റേജ് വന്നപ്പോഴാണ് ഇത് പൊളിച്ചിട്ട് മേൽക്കൂരയായിട്ട് ഒരു 300 വർഷത്തിന് മുമ്പ് മേൽക്കൂരയായിട്ട്. തോമസ് ലീഗയുടെ കൈകൊണ്ട് പതിക്കപ്പെട്ട ഒരു കുരിശുണ്ട്. ഈ കുരിശാണ് ഇതൊരു ക്രിസ്ത്യൻ ദേവാലയം നിലയിൽ കൺഫേം ചെയ്യപ്പെട്ടത്. അല്ല, നമ്മളിത് വെടിയൊക്കെ നോക്കുമ്പോൾ ഹിന്ദു ടെമ്പിളിൻ്റെ മാഡലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാണ് ഇതൊരു ക്രിസ്ത്യൻ ദേവാലയം നിലയിൽ മക്കൾക്ക് അറിയപ്പെട്ടത്. ഇത് ഇപ്പോൾ ഇത് ഭയങ്കര അത്ഭുതമായ കുരിശാണ്. നമ്മൾ അതിന് വിശ്വാസത്തോട് തൊട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കും. അങ്ങനെയുള്ള ഭയങ്കര അത്ഭുതമായ ഇത് നിറയെ ആൾക്കാർ വന്ന് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. നിറയെ കാര്യങ്ങൾ നടന്നതായിട്ട് ഇവിടെ തോമസ് ലീഗയുടെ തിരുശേഷിക്കും. ഇതിൻ്റെ അപ്പുറത്തമായിട്ട് ഒരു കിണർ, തോമസ് ലീഗ ഉപയോഗിച്ച കിണർ, 2000 വർഷം പഴക്കമുള്ള കിണറാണ്. അതിൽ ഇതുവരെയും വെള്ളം വറ്റിയിട്ടേ ഇല്ല. അതിൻ്റെ വെള്ളം രോഗികൾക്ക് കൊടുത്ത് രോഗികൾക്ക് ശാന്തി കിട്ടിയിട്ടുണ്ട്. ഈ പള്ളിയുടെ ഹിസ്റ്ററി അടങ്ങിയ ബുക്ക് കൗണ്ടറിൽ കിട്ടും. തോമസ് ലീഗ 5 വർഷകാലം ഇവിടെ താമസിച്ച് സുവിശേഷം പറഞ്ഞതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇവിടെ നിന്നാണ് പിന്നെ നേരെ മദ്രാസിൽ പോയതും അവിടെ നിന്ന് കുന്തക്കാൽ എത്തി കൊല്ലപ്പെട്ടു. ഇവിടെ വരുന്നവർ കുർബാനയ്ക്ക് പേര് കൊടുക്കും. നമ്മുടെ നിയോഗങ്ങളെ വെച്ച് കുർബാനയ്ക്ക് പേര് കൊടുക്കും. അതായത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടിയും പിള്ളേരുടെ പഠിത്തത്തിന് വേണ്ടി ഇങ്ങനെ നമ്മുടെ ആവശ്യം പറഞ്ഞ് കുർബാനയ്ക്ക് പേര് കൊടുക്കുക. അത് കുർബാനയിൽ ഓർക്കപ്പെടും. അല്ലാതെ ഒരു നാൾ 4 പ്രാവശ്യം യാമപ്രാർത്ഥന നടത്തി. എല്ലാ പ്രാർത്ഥനയിലും ആ പേരുകൾ ഓർക്കപ്പെടും. അത് നമുക്ക് അവസരമായി. നമ്മൾ തോമസ് ലീഗ യേശുവെ തൊട്ട തോമസ് ലീഗ വന്ന ആ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പറ്റി